ഈയല് പോലെ പറഞ്ഞാട്ടെ, ഈയല് പോലെ പറഞ്ഞാട്ടെ, ഈയലും പാടം 5 അമ്മ. അമ്മ എനിക്ക് എന്നും പാല് തരും. അതൊന്നും തന്നെയല്ല, പിന്നെ എന്തിനാ വായിക്കണേ? പാടം 6 ട്രെയിൻ. പാടം 6 ട്രെയിൻ. അമ്മേ, അമ്മച്ചി, അമ്മ ഇതാ അവിടെ കിടക്കുവാ. ഇങ്ങോട്ട് വന്നോളൂ. അടുക്കളയിൽ മാത്രം പണി. അമ്മ സിനിമാക്കാരെ അമ്മനെ പോലെ ചുമ്മാ കരാറിലൊക്കെ ചുമ്മാ നടക്കുക. അമ്മ ഇങ്ങോട്ട് വന്നേ, ചുമ്മാ വാക്കുവാലിക്കില്ലാത്തത്. ഇങ്ങോട്ട് വന്നേ. എന്താ എന്റെ ടിറ്റു മോനെ? ഇത് നോക്കി, ഇതിനകത്തൊരു സംശയം. സംശയോ? ഇന്ന് നിന്റെ സംശയം തീർത്തിട്ടേ ഉള്ളൂ, പറ. അതെ, ഈ ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നു. എന്നാ ഇതല്ലേ? എങ്ങനെ? ട്രെയിൻ നീളത്തിൽ ഇങ്ങനെ ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നു. എന്നാ ഇതല്ലേ? അതിലിപ്പോ എന്നാ? ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നെങ്കിൽ ട്രെയിനെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തിയിടും. എന്റെ ദൈവമേ, ഇവന്റെ ഒരു കാര്യം. നീ ഇത്രയും വലിയ കാര്യം ഒന്നും ആലോചിക്കണ്ട. പാഠം നാളെ പഠിക്കാനുള്ള എല്ലാം ഉറക്കമായി. ഇപ്പൊ അച്ഛൻ വരും കേട്ടോ. അച്ഛൻ വന്നെനിക്ക് പേടി. എനിക്ക് എന്റെ ദൈവമേ, നീ എന്തിനാണ് അച്ഛനെ ഇങ്ങനെ പേടിക്കുന്നത്? അത് ഞാൻ ഇടയ്ക്ക് ഇത്തിരി കള്ളു കുടിക്കുന്നല്ലേ ഉള്ളൂ. ചിലപ്പോ കുടിച്ചു കഴിഞ്ഞാൽ 2 അടി അടിക്കും, അത്രല്ലേ ഉള്ളൂ. അതെ, അതല്ല, അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ പാഠം എന്നോട് ഉറക്ക വായിക്കാൻ പറയൂലേ? എടാ മോനെ, പാഠം ഉറക്ക വായിക്കുന്നത് നല്ലതാ, എല്ലാം ഓർമ്മ നിക്കും. നാളെ പഠിച്ചോണ്ട് പാഠം എന്നറിയാമോ? ഏതാ? പാഠം 7 അത് ഉറക്ക വായിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ തലവണ്ടി അടിച്ചു വിളിക്കും. എടാ, പാഠം 7 ഉറക്ക വായിക്കുന്നതിന് എന്നാ കുഴപ്പം? അമ്മ, പാഠം 7 തന്നെ അറിയാമോ? ഏതാ? കുറുക്കൻ. കുറുക്കൻ? അതിനിപ്പോ എന്നാ? കുറുക്കൻ എന്ന് പറഞ്ഞാ എന്താന്നോ? അച്ഛന്റെ ഇരട്ടപ്പനാണ് കുറുക്കൻ. അപ്പൊ പിന്നെ ഉറക്ക വായിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തലയില് അമ്മയുടെ തല കൂടി തല്ലിപ്പൊളിക്കും. നേരം നീ അത് ഉറക്ക വായിക്കണ്ട. ചിലപ്പോ നിന്റെ അല്ല എന്റെ തലമണ്ടെ തല്ലി പൊളിക്കും. ഈ സർക്കാരിന്റെ ഓരോ കാര്യങ്ങളെ. ഈ നാട്ടിൽ എന്തോരം മൃഗങ്ങളുണ്ട്. കുതിര, ആന, പശു, കഴുത. ഇതിന്റെ ഒന്നും പാടം ഇറക്കാതെ ഈ കുറുക്കന്റെ പാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്ത് ചെയ്യാനാ നോക്കണേ? മോനത് വായിക്കണ്ട. ഈ അച്ഛനെ നാട്ടുകാര് മൊത്തം ഇങ്ങനെ കുറുക്കാന്ന് വിളിക്കണേ. അതൊരു വലിയ രഹസ്യമാ. എന്നിട്ട് പരസ്യമായിട്ടുള്ള നാട്ടുകാരിങ്ങനെ വിളിക്കണേ. അത് പിന്നെ വിളിച്ചങ്ങ് പരസ്യമായി പോയതാ. അല്ല, എന്തിനാ എന്നാലും കുറുക്കാന്നൊക്കെ വിളിക്കണേ? എന്നതിനത്? അതെന്താന്നറിയാമോ? മോന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കോഴിമോഷണമായിരുന്നു ജോലി. അയ്യേ, മോന്റെ അച്ഛൻ മാത്രമല്ല, മോന്റെ അച്ഛനും അപ്പൂപ്പനും മുത്തച്ഛനും മുത്തച്ഛന്റെ അപ്പൂപ്പനും മുത്തച്ഛന്റെ മുത്തച്ഛനും അങ്ങനെ പരമ്പരാഗതമായിട്ട് കോഴിമോഷ്ടാക്കളായിരുന്നു എല്ലാരും. അപ്പൊ എനിക്കൊരു സംശയം, ഞാനും വലുതായി കഴിയുമ്പോ കോഴിക്കള്ളനായി മാറും. അതുകൊണ്ടല്ലേ ഈ അമ്മ ദിവസവും പ്രാർത്ഥിക്കുന്നത്, നീ വലുതാവല്ലേ എപ്പോഴും ഇങ്ങനെ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കണേന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ വല്ലാണ്ട് ചെറുതായി പോണ. അതാണ് എന്റെ പ്രാർത്ഥനയുടെ ഫലം. അതൊക്കെ പോട്ടെ, എന്നിട്ട് അമ്മ ബാക്കി പറ. ഒരു ദിവസം രാത്രി നിന്റെ അച്ഛൻ പതുങ്ങി കോഴിയെ മോഷ്ടിക്കാൻ എന്റെ വീട്ടിലെത്തി. അങ്ങനെ കോഴിയെ മോഷ്ടിക്കാൻ പതുങ്ങി വന്ന അച്ഛനെ ഞാൻ ചാടി അങ്ങ് പിടിച്ചു. അന്ന് പിടിച്ച പിടി ഞാൻ ഇന്ന് വരെ വിട്ടിട്ടില്ല ടിറ്റു മോനെ. അത് ശരി. അപ്പൊ അമ്മയില് കുഴപ്പമുണ്ടാക്കിയോ? എന്നാ കുഴപ്പം? അമ്മ കേറി പിടിച്ച പിടി അങ്ങോട്ട് വിടണ്ടായിരുന്നു. അതിനെത്തിനാ? അങ്ങനെ വിട്ടായിരുന്നെങ്കിൽ ഞാൻ കടക്കാരുമായി കൊണ്ട് കുറുക്കന്റെ മോനെ എന്നുള്ള വിളി പറ. അതെങ്ങാനും കേട്ടോണ്ട് വന്നാ മതി നിന്റെ അച്ഛൻ. നമ്മുടെ 2 പേരുടെയും കാര്യം പോക്കാം. നിനക്കറിയാലോ, ആ വടക്കേതിലെ കുമാരൻ അറിയാതെ കുറുക്കൻ എന്നൊന്ന് പറഞ്ഞു പോയതാ. പിന്നെ 3 ദിവസം കഴിഞ്ഞാ ബോധം വീണത്. കുമാരന്റെ അല്ല, നിന്റെ അച്ഛന്റെ. ആ കുമാരൻ എടുത്തിട്ട് ഇടിച്ച ഇടിയൊന്ന് കാണായിരുന്നു. പോട്ടെ, നീ പാഠം വായിക്കും. ഒരു പ്രാവശ്യം വായിച്ചാ മതി. പാഠം 7 കുറുക്കൻ. പട്ടികൾ ഓരിയിരുന്നു, എന്റെ ദൈവമേ, നീ അത് വായിക്കണ്ട. ഈ പേപ്പർ നിറച്ചു കുറുക്കന്മാര്. നീ ഒരു കാര്യം ചെയ്യ്, ഈ കുറുക്കനെ അങ്ങ് വിഴുങ്ങിയേരും. എടാ കുറുക്കന്റെ മോനെ, കുറുക്കനെ വിഴുങ്ങാന്ന് പറഞ്ഞാ ഈ കുറുക്കൻ എന്ന വാക്ക് മാറ്റി ബാക്കി വായിക്കേ, അപ്പൊ കറക്റ്റാ. അച്ഛൻ പറഞ്ഞ പോലെ അമ്മയുടെ തലക്കകത്തുണ്ട് എന്തോന്ന്? മണ്ണ്, ബുദ്ധി. വായിക്ക്. ഞാൻ പാഠം 7. അതിനതാ? അത് വിഴുങ്ങിയതായിരുന്നു കുറുക്കനെ. ശരി, വായിച്ചു. പാഠം 7. ഇന്നും കുടിച്ചോണ്ടാണോ വന്നിരിക്കുന്നത്? എന്തുവാ ഇത്? എന്താ പ്രശ്നം?
ഇവൻ എന്തു തന്നെ വിളിച്ചതെന്ന് നിങ്ങൾ ചോദിച്ചു. എന്തുവാ വിളിച്ചത്? ഞാനൊന്നും വിളിച്ചില്ല പെങ്ങളെ, ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾ ചോദിച്ചതാ. ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടം. അങ്ങനെ ഒരു ഉപകാരമല്ലേ ചോദിച്ചോ? കൂട്ടുകാരുടെ വീട്ടിലേക്കുള്ള വഴിയല്ലേ ചോദിച്ചുള്ളൂ. ഒന്നുകൂടെ അയ്യോ, എടി ഇവൻ എന്തു തന്നെ വിളിച്ചെന്ന് നീ ചോദിക്കും. എന്തുവാ നിങ്ങൾ ചോദിച്ചത്? എന്റെ പെങ്ങളെ, എന്റെ വീട് ഇവിടെയല്ല, അങ്ങ് കണ്ണൂരാ. ഞാൻ ഈ കുറുക്കഞ്ചേരിക്കുള്ള കുറുക്ക് വഴി ചോദിച്ചു. അതിനാണ് ഇയാൾ. എന്താണോ നീ എന്റെ പൊന്നു സുഹൃത്തെ, ഒരു പ്രശ്നമുണ്ട്. അതെ, കുറുക്കൻ എന്നുള്ളത് അതിയാന്റെ ഇരട്ടപ്പേരാ. അതുകൊണ്ട് കുറുക്കൻ എന്ന് വിളിച്ച് അങ്ങനെ വയലന്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. സോറി 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 സോറി. അയ്യോ ഏട്ടാ, അറിയാണ്ട് വിളിച്ചു പോയതാ. സോറി നീ ഒന്നും സോറി 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 സോറി. മാപ്പ് മാപ്പ് പറയണം. മാപ്പ്. അങ്ങനെയല്ല, കെട്ടിപ്പിടിച്ച് മാപ്പ് പറയണം. മാപ്പ് പറയണം. സന്തോഷം. വലിയ അലമ്പോഴല്ലേ പോയി. സോറി 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 ഏട്ടാ, അറിയാണ്ട് വിളിച്ചു. സോറി 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 ഇതൊന്നും പറയണ്ട, നീ പോയിക്കോ. സോറി. എന്നാലും എന്തോ ഒരു വിഷമമുണ്ട്. ആർക്ക്? എന്നോട് എന്തോ ഒരു വിഷമമുണ്ട് ചേച്ചി. എനിക്കൊരു എന്തോ വിഷമമുണ്ട്. എന്തോ വിഷമമുണ്ട്. സോറി 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 ഇവൻ- സോറി 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 നീ ഒരു മാപ്പും പറയണ്ട, Sorry. ഒന്നും പറയണ്ട. Sorry. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സോറി സോറി എടാ, സോറി. ഇറങ്ങി പോകാൻ. ചേട്ടാ ചിരിച്ചു പറയാം. ചിരിച്ചിട്ട് പോകാൻ പറയാം. ചിരിച്ചിട്ട് പോകാൻ പറയാം. ശ്ശെടാ, ഇത് പ്ലീസ് ഒന്ന് വലിയ പറയ്. അലമ്പായി. പ്ലീസ്, അറിയാണ്ട് പറ്റിപ്പോയതാ. പ്ലീസ് ഒന്ന് ചിരിച്ചേരെ. എനിക്ക് അറിയത്തില്ല. പ്ലീസ് 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 ചിരിക്കണം. സമാധാനമായി പോട്ടെ പോട്ടെ. അറിയാൻ പാടാത്തോണ്ടാണ്. സോറി ഏട്ടാ, കാണാം. ശരി. ചേച്ചി കാണാം. ഓക്കെ. പോയി. ശ്ശോ, എന്ത് തങ്കപ്പെട്ട കൊച്ചനല്ലേ. നമുക്കൊരു മോളുണ്ടായിരുന്നു, അവനെ കൊണ്ട് കെട്ടിക്കരുത്. പിന്നല്ലാതെ നല്ല സ്വഭാവ. കുറുക്ക ഇപ്പൊ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ എന്തായാലും അബദ്ധമായി പോയേനെ. ഞാൻ എടുത്തോളാം, കെട്ടടാ. ആ, നമ്മുടെ മോനെന്താ അവനെ ഇങ്ങോട്ട് വിളിച്ചേ? അവൻ പാടമൊക്കെ നന്നായിട്ട് പഠിച്ച് കിടന്നുറങ്ങുക. എടി ഞാൻ വന്നിട്ട് കിടന്നുറങ്ങാനുള്ള അവനോട് ഞാൻ പറഞ്ഞാണല്ലോ. പിന്നെന്താ? അവനിപ്പൊ കിടന്നല്ലേ, ഇനിയിപ്പൊ വിളിക്കണ്ടെന്നേ. ആഹാ, അങ്ങനെ കിടന്നുറങ്ങാൻ ശരിയാത്ര. വിളിച്ചോണ്ട് പാടി അവന്. മോനെ ടിറ്റു. കിട്ടിയോ? എന്റെ പുല്ലാര മോനിങ് വന്നേ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ? അടിപൊളിയായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിരുന്നല്ലേ? സിമ്പിൾ ആയിരുന്നു, എളുപ്പമായിരുന്നു. അപ്പൊ ഈ വർഷം മോൻ ജയിക്കും. ചോദ്യം എളുപ്പമായിരുന്നു, ഉത്തരവൊക്കെ ഭയങ്കര പാടായിരുന്നു. അതെന്താ? അങ്ങനെയായിരുന്നു. ഇങ്ങനെയൊക്കെ ആണോ? ഒരു കാര്യം ചെയ്യും, ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ അച്ഛൻ. അറിയട്ടെ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് യൂസബിൾ വേർഡ്സ്. മനസ്സിലായോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? എടാ, അതും ഇതും പറയാതെ. ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയാണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി കരുണാനിധി ആണെന്ന് ഇപ്പൊ ഷാപ്പി പറഞ്ഞത്. എന്റെ അമ്മച്ചാണ് നേരി രാഘവൻ പറഞ്ഞ. IM വിജയൻ കേരളത്തിന്റെ ഡാഷാണ്. IM വിജയൻ ക്രിക്കറ്റുകാരനാണോ? എടാ, IM വിജയൻ നീന്തൽ താരമാണ്. നീന്തൽ താരം. മനസ്സിലായോ? നീ ഇന്നലെ നമ്മൾ പഠിച്ച പാഠം ഏതാ? പാഠം ഏതാ? 6. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണ പാഠം ഏതാ? അതന്നെ, ഇടയ്ക്കുള്ള 7 വഴി പാമ്പാട്ട് നടക്കും. ആയി ശരി. എടാ, ആദ്യം ഇതും പറയാൻ നീ 7ാമത്തെ പാഠം വായിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് 7ാമത്തെ പാഠം വായിക്കുക. അവൻ നമ്പർ കൊണ്ട് ഇറങ്ങിയിരിക്കുക അവൻ. ആ പാഠം 7 അങ്ങോട്ട് വായിച്ചാൽ മതി. എന്താ ആരാ ആരാ? ചോറിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. ആദ്യം നീ പാഠം വായിക്കുക. 7ാമത്തെ പാഠം അങ്ങോട്ട് വായിക്കും. ഞങ്ങളുടെ സ്കൂളിൽ ബോർഡിൽ പിള്ളേര് എഴുതി വെച്ചിരിക്കുന്നു. ഗോമതി ടീച്ചറും വാസുദേവൻ സാറും കൂടെ കൂടി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചു. ഞാനത് മാറ്റി കളഞ്ഞാ. ആ, അതാണ് മോനെ ഗുരുഭക്തി. ഗുരുഭക്തി വേണം. ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഗുരുഭക്തി വേണം. ഈ അച്ഛൻ ഈ സ്ഥിതിയിലെത്തിച്ച് ഗുരുഭക്തി വരണം. മനസ്സിലായി? എന്നിട്ട് ഞാനുണ്ടല്ലോ, എന്നിട്ട് അവിടെ ചോക്ക് എടുത്തോണ്ട് വന്ന് നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള വലിയ മതിൽ അതിൽ ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചു. ഗോമതി ടീച്ചറും വാസുദേവൻ സാറും കൂടെ കൂടി ഇങ്ങനെയൊക്കെ ആറുന്നു പറഞ്ഞു. ഞാൻ എഴുതി വെച്ചു. ആവശ്യമില്ലാത്ത പണിക്ക് പോയിരിക്കുന്നു. നീ പുസ്തകം വായിക്കണം. അപ്പൊ ഗോമതി ടീച്ചറുടെ കാര്യത്തിന് പോയിരിക്കുന്നു. നീ പുസ്തകം വായിക്കും. ഒരുപാട് രാത്രി 12 മണി. നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? ഇവിടെ പറഞ്ഞ നീ 7ാമത്തെ പാഠം വായിച്ച് ഒന്ന് കൊല ആരാന്നറിയാമോ? മറ്റേ ഈ ചുരുണ്ട മുടി വെച്ച് ഇങ്ങനെ ഞെളിഞ്ഞടക്കണ പെണ്ണുമ്പിള്ളേ. അതല്ല, ഞെളിഞ്ഞ മുടി വെച്ചിട്ട് ചുരുണ്ട കിടക്കണ ടീച്ചർ. ആ ടീച്ചർ ആരാണെന്ന് അറിയാമോ? ഒരു ദിവസം ഞാനും അച്ഛനോട് കൂടെ കവലിക്ക് പോലായിരുന്നു. കവലിക്ക് പോയപ്പോ ഞാൻ ഇങ്ങനെ മുട്ടായി മേടിക്കാൻ
നോക്കിയെന്നില്ലാർന്ന. അപ്പൊ ആ കട അങ്ങനെ നോക്കിയപ്പോ കടക്കാരൻ ചാണ്ടിക്കുഞ്ഞ് എന്തിനാടാ ടീച്ചറിന്റെ നേരെ വായി നോക്കി നിൽക്കുന്നത് ചോദിച്ചു. ഈ ഗോമതി ടീച്ചർ ഉണ്ടല്ല, ഈ ഗോമതി ടീച്ചർ എപ്പോഴും അച്ഛന്റെ കാര്യം ചോദിക്കും. അച്ഛന്റെ കാര്യം ചോദിക്കും. കോമഡി ടീച്ചർ എന്നാ പറഞ്ഞു അച്ഛന്റെ കാര്യം? കോമഡി ടീച്ചർ പറയാനേ, നീ ഏത് കഴുതേടാ മോനാടാ, നീ ഏത് കഴുതേടാ മോനാടാ, പുസ്തകം വായിക്കണം. അച്ഛനെ തല്ലുന്നതാ. വായിക്കണം, പുസ്തകം വായിക്കണം. രാത്രിയായപ്പോ പാതിരാത്രി 12 മണിയായപ്പോ പട്ടികൾ ഓടി. ഈ പട്ടികളിലൂടെ അതിന്റെ വീട്ടിൽ ചെന്ന് എന്നിട്ട് നീ എന്താ വായിച്ചു തീരാ? ഈ പുസ്തകത്തിൽ നോക്ക് വായിക്കും. അതിന്റെ ഇടയ്ക്ക് കൂന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതാരാ കൂന്നെന്നുള്ള അങ്ങോട്ട് വായിക്കും. നീ ഇതൊന്നും മുള്ളണ്ട, നീ പുസ്തകം വായിക്കും. പുസ്തകം വായിക്കും. കൂന്നാരാന്ന് പറഞ്ഞിട്ട് നീ മുള്ളിയാ മതി. 12 മണി? എവിടെ 12 മണി? 12 മണിയായപ്പോ പട്ടികൾ ഓടി. ഓടിയപ്പോ ആരാ കൂന്നെന്ന് പറയടാ. ആരാ കൂന്നെന്ന് പറയടാ. ആരാണോ കൂന്ന? പട്ടികളോടി. അതൊക്കെ പോട്ടെ, നീ പുസ്തകം വായിക്കും. 12 പട്ടികളും ഓടി. എടാ, പട്ടി ഓടുവോ ചാടുവോ തലകുത്തി മറിയോ അതൊന്നും എനിക്കറിയണ്ട. ഇവിടെ ഇപ്പൊ ഏത് തെണ്ടിയാ കൂയെന്ന് പറ. വായിക്കട അങ്ങോട്ട്. അച്ഛനും അമ്മയൊന്നുമില്ല, എല്ലാരും എവിടെ പോയി മോനെ? ഗൾഫിൽ പോയി. വീടുണ്ടാ? ഇല്ല, വീടൊന്നുമില്ല, വീട് വലിക്കില്ല. വീടില്ല? ഇല്ല ഇല്ല. സിഗരറ്റ് ഉണ്ടാ? ഇല്ല, സിഗരറ്റ് ഒന്നും ഇല്ല. തീപ്പൊട്ടിയാ? ഇല്ലാന്ന് പറഞ്ഞില്ല എന്നോട്. ഒന്നുമില്ല. ഇല്ല ഇല്ല. എല്ലാം ഞാൻ തന്നെ കൊണ്ടുവരണം. നേരത്തെ പറയണ്ടേ? ഒരൊറ്റ ഒന്നേ ഉള്ളു, ചോദിക്കല്ലേ? ഓ അത് ശരി, ഇതൊക്കെ ഇവിടെ വെച്ചിട്ടാ പരിപാടി. കയ്യും സുഖമില്ല, കാലിനും സുഖമില്ല. ഇന്നത്തെ കാലത്തൊരു സിസർ വലിക്കാൻ എന്തൊരു പാടാല്ലേ? അതെ, സിമന്റ് വലിക്കാറില്ല, സിഗരറ്റ് ഉണ്ടാക്കും. 2 ആഴ്ച ഭക്ഷണം കഴിച്ചിട്ട്. 2 ആഴ്ച ഭക്ഷണം കഴിക്കാൻ മനുഷ്യൻ മരിച്ചു പോലോ? ഇല്ലില്ല, തിങ്കളാഴ്ച ചൊവ്വാഴ്ച. ബിരിയാണി കഴിച്ച 25 രൂപ വേണം. ബിരിയാണി ഒക്കെ 25 രൂപ. ഈ ബിരിയാണി എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബിരിയാണി കഴിക്കാൻ ബസ് ചോദിക്കുന്നില്ല. ഇല്ലടാ, എന്റെ ഇല്ല. പോ, പൈസ ഇല്ല. എന്റെ ഇല്ല. തരൂല? ഇല്ല പറഞ്ഞില്ലേ? ഉറപ്പാ? ആ, ഉറപ്പ്. കോലം മാറ്റി വന്ന് വെറുതെയായി, ദാരിദ്ര്യവാസി. बस स्टैंड निൽക്കും എന്തെല്ലാം കുഴപ്പാ. अरे भाई साहब इधर देखिए, मैं दिल्ली से आ रहा हूँ. मैंने को रेलवे स्टेशन जाने के लिए जरा रास्ता दिया. ये हिंदी? हिंदी. आप हिंदी मालूम है ना? हिंदी मालूम. हिंदी मालूम? हिंदी. अच्छा अच्छा अच्छा. ऐसा तो रेलवे स्टेशन जाने के लिए जरा रास्ता दिखाइए. हिंदी.
भाई साहब हाँ। समझा नहीं ഏ, ഏ? समझा नहीं आपको ഇതെല്ലാം കുടുങ്ങിയല്ലേ ഇതൊന്നും ഇപ്പൊ പറയണ്ട ഇതിനോട് अरे हाँ। रेलवे स्टेशन जाने के लिए जरा रास्ता दिखाइए रास्ता हाँ, हिंदी। अच्छा हिंदी मालूम है ना ഹിന്ദിയെ മാലു अच्छा, अरे बताओ रास्ता कहाँ है रेलवे स्टेशन जाने के लिए रास्ता ദിൽവാനിയ ദുൽഖാന ജായെങ്കെ अरे रेलवे स्टेशन जाने के लिए रास्ता ശുക്രിയ आप पागल है ना പകലല്ല കംപ്ലീറ്റ് രാത്രിയല്ലേ अरे देखो इधर मैं दिल्ली से आ रहा हूँ मैं मुझे को रेलवे स्टेशन जाने के लिए റെയിൽവേ സ്റ്റേഷൻ അച്ഛാ. അത് മലയാളത്തിൽ അച്ഛാ. പറഞ്ഞാൽ പോരെ പിന്നെ വെറുതെ അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇത് നേരെ ജാന क्या? നേരെ ജാന പിന്നെ വലത്തോട്ട് ജാന പിന്നെ കുറച്ച് എന്റെ ഇടത്തോട്ട് ജാന अरे क्या കുത്തന ജാന കുത്തന अरे क्या बात आपका अरे आपको जाना नहीं मैं रेलवे स्टेशन जाने के लिए रास्ता പേടിപ്പിക്കല रास्ता दिखाइए പേടിപ്പിക്കല गांधी जी घर कैसा बनाता है हैं? गांधी जी का शरीर शोष का कारण क्या है अरे क्या बोल रहे उसका शरीर शोष के कारण इस जेल का उड़न का रोटी खाता खाता करते हैं आप पागल है ना അതെന്നെ എന്നോട് പറഞ്ഞത് കുത്തനെ ജാനാന്ന് പിന്നെ ഇത് പറഞ്ഞോണ്ടിരിക്കണ്ട मेरे को रेलवे स्टेशन जाने के लिए जरा रास्ता മലയാളത്തിൽ പറഞ്ഞതില്ലേ റെയിൽവേ സ്റ്റേഷനിൽ കുത്തനെ ജാന നേരെ പോവാ എന്നിട്ട് ഇടത്തോട്ട് പോവാ അങ്ങനെ പോവല്ലേ हिंदी Good मालूम है ना? evening, Hindi man. mayo. Good evening. Good evening. I want to go to railway station. ഇംഗ്ലീഷും अरे I want to go to देखो railway इधर। station. ഒരു മിനിറ്റ് ഇത് പറഞ്ഞോട്ടെ Railway station. റെയിൽവേ Railway station. സ്റ്റേഷൻ Yeah, yeah, yeah. കേൾക്കൂ റെയിൽവേ സ്റ്റേഷൻ Railway station. നിങ്ങൾ ഇംഗ്ലീഷ് English. ഗുഡ് മോർണിംഗ് Good, Bye, he- sir. Bye, good sir. evening. ഈ മുണ്ടല്ല അതിൽ ഇവരോട് अच्छा, अच्छा, വെറുതെ अच्छा। വെറുതെ പറഞ്ഞോണ്ടിരിക്കണം अरे मालूम है ना हिंदी ഹിന്ദി വാലു ഹിന്ദി വാലു I want to go to railway station. റെയിൽവേ സ്റ്റേഷൻ Railway station. അതായത് ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഇപ്പൊ പിടിക്കുന്നില്ല കൊണ്ടാ What and nonsense you are talking. ഇതെന്ത് इधर देखो നീ എന്താണ് കുത്തുക क्या നീ എന്താ കുത്തുക क्या बोल रहे आप നീ കുത്തുക मेरे को कुत्ता बोल रहे आप നീ കുത്തുക ഇത് मैं तू मुझे कुत्ता കുത്തല്ല अरे കുത്തുക कुत्ता बोल रहा साले Hey, railway station, railway station. Railway station. Eh? ദേ, You call me dog, master? അതാണ്. ഇവിടെ വെച്ച് കംപ്ലീറ്റ് അടിയാണല്ലോ കിട്ടിയേ अरे ചേട്ടാ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് പോവാ ഇതാടിയാണോ നീ ഇത്ര നേരം പോയി ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം ഇതെന്നാ റെയിൽവേ സ്റ്റേഷനിലെ വഴി ആ. മലയാള സിനിമയിൽ ഇന്നത്തെ സൂപ്പർ കൊമേഡിയൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ ഒട്ടും സംശയിക്കേണ്ട. അതെ, സലീം കുമാർ. അറിയ പൊന്നറിയ ഈ പ്രേമം തിരുസിരാവള് കേട്ടാ ഇത് ദാസ്പൻ ചേട്ടൻ ഇത് കണ്ണപ്പൻ ചേട്ടൻ ഇത് സംഗീത ഇത് മീനാക്ഷി എങ്ങനെ ജോസ്പൻ ചേട്ടൻ എടാ ആ കാളയുടെ നോട്ടം തീരെ ശരിയല്ല നിനക്കങ്ങനെ പറയാം ഞാനല്ലേ പുറയിലിരിക്കുന്നത് വന്നിരിക്കുന്നു കസ്മനം എക്സ്ക്യൂസ് മീ ആരാണ് മരിച്ചത് എപ്പോഴാണ് സവടുപ്പ് എൻ്റെ പേര് ഭാസ്കരൻ മലയാള സിനിമ പോലെയല്ല ഹിന്ദി സിനിമകൾ. ഹിന്ദി സിനിമകൾ ഹിറ്റാവണമെങ്കിൽ പ്രധാനമായും 2 ഘടകങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്ലാമറസ് ആയി അഭിനയിക്കുക. രണ്ടാമത്തേതോ ഹിന്ദിയിലെ സൂപ്പർ മെഗാസ്റ്റാർ ഷാറൂഖ് ഖാൻ. पूजा अरे मुझे इसकी लड़ी चाहिए जो सभी के समय रानियाँ साहब सबके जानते हैं मैं जानते हूँ लेकिन उसे देखा नहीं यार वो जादू न न न न न न जादू नहीं ओ माया ओ छोड़ दो यार बाबा മിമിക്രി രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും മറിച്ച് വിവാദമാവുകയും ചെയ്ത ഒരു ഐറ്റമായിരുന്നു രാഷ്ട്രീയ നാടകം. ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെ അനുകരിക്കുന്നതിനെ പറ്റിയായിരുന്നു. ലാൽ സലാം. ഇന്ത്യയുടെ കഴിഞ്ഞ 45 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ
ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ വച്ചു നോക്കുമ്പോഴാണ് ആന്റണിയുടെ മഫ്റ്റിയിലുള്ള പോലീസുകാരായിരുന്നു, അല്ലാതെ ഞങ്ങളല്ല. ലാൽ സലാം. തമിഴകത്തെ ചിന്നദളപതി സൂപ്പർ സ്റ്റാർ വിജയ്. அரசு இந்த ஊருக்கே மாசா இருக்கலாம், ஆனா உயிருக்கு பயப்படாமலே என் முன்னாடி நீ துஸ்ஸா இருக்கலாம். நண்பனா தோல்லை கை போடவும் தெரியும், எதிரினா தோல் உரிக்கவும் தெரியும். கொண்டிக்கு நேருக்கு நேர் என்ன கட்டுவா. നാടൻ പാട്ടുകൾ ജനകീയവൽക്കരിക്കാൻ കലാഭവൻ മണി വഹിച്ച പങ്ക് ചെറുതല്ല. മണിയോടൊപ്പം തന്നെ കലാഭവൻ മണിയുടെ പാട്ടുകളും ഇതിനോടകം പ്രശസ്തമായി കഴിഞ്ഞു. ഇത് ഞാനാ കലാഭവൻ മണി, ഒരു ജാതി സോസ്റ്റ വെറുതെ അടിക്ക. നിങ്ങൾക്കൊരു നാടൻ പാട്ട് കേൾക്കണോ? നാടൻ വായിച്ചില്ല, നാടൻ പാട്ട് വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നല്ലോ ചേട്ടന്റെ പരാതി തീരില്ല. ആ ചേച്ചിയുടെ ചിരി കണ്ടില്ലേ? മണിപ്പൂൽസൂർന്നല്ലേ ചേച്ചി? ഐ ലവ് യു.